പ്രശ്നം നോക്കാനായിട്ട് നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകാറുണ്ട്. നല്ല മിടുക്കന്മാരായ ജ്യോത്സ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. കഴിവുള്ള ആൾക്കാർ. നല്ല അവർ പറയണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടുങ്ങിപ്പോവും. അത്രയും കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ജ്യോത്സ്യന്മാർ, നല്ല മിടുക്കന്മാരായ ആളുകൾ. പക്ഷേ ഇതിനകത്ത് എക്സ്പീരിയൻസ് കുറഞ്ഞ അല്ലെങ്കിൽ ദൈവാധീന കുറവെന്ന് വേണമെങ്കിൽ പറയാം. ചിലരുണ്ട്, അവർ പറഞ്ഞു വരുമ്പോൾ മാറിപ്പോവും, കാര്യങ്ങൾ തെറ്റിപ്പോവും. അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും, പക്ഷേ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ വലിയ അബദ്ധത്തിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു 3-4 അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യോത്സ്യന്മാരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവർ പുച്ഛിക്കാനോ വേണ്ടിയിട്ടല്ല. അവരെല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, ദൈവജ്ഞന്മാരായ ആളുകളാണ്. നമ്മുടെ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട വിലപ്പെട്ട ആൾക്കാരാണ് ജ്യോത്സ്യന്മാർ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പ്രശ്നം നോക്കുമ്പോൾ ശത്രുബാധ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ശത്രുബാധ, ഈ ശത്രുബാധ എന്ന് കാണിക്കുമ്പോൾ പൊതുവേ നമ്മൾ ആലോചിക്കുന്നത് നമുക്കെതിരായിട്ട് ആഭിചാരം ചെയ്യുന്ന, കർമ്മം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സങ്കല്പിക്കാം. പക്ഷേ ഇവിടെ അതായിരിക്കില്ല സംഭവം. നിങ്ങൾ അബോർഷൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലാരെങ്കിലും സ്ത്രീകൾ, നിങ്ങളുടെ അമ്മമാരോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സോള് നമ്മുടെ ആരെങ്കിലും ശരീരത്തിൽ കയറിയിരിക്കും. നമുക്ക് തടസ്സമായിട്ട് നമുക്ക് രോഗദുരിതം ഉണ്ടാക്കും, പുരോഗതിക്ക് തടസ്സം നിൽക്കും, പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഷ്ടപ്പാടും ദുരിതമായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം ഈ സോളായിരിക്കും. അപ്പോൾ ആ സോളിനെ പ്രശ്നത്തിൽ തെളിയുമ്പോൾ അത് ശത്രുബാധയായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങളത് സ്പീഡിൽ എടുത്ത് ചോദിക്കണം. നിങ്ങളങ്ങനെ അബോർഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജ്യോത്സ്യരോട് ചോദിക്കുക, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്നുകൂടി പരിശോധിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ജ്യോത്സ്യനെ തെളിയിക്കാൻ പറ്റും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ജ്യോത്സ്യന്മാരെ ഒരിക്കലും ഞാൻ വില കുറച്ച് കാണുന്ന ആളല്ല. കാരണം അവരെല്ലാവരും വിലപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് ഒത്തിരി സഹായങ്ങൾ നമുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.